ഡൽഹി മുഖ്യമന്ത്രിയായി ബിജെപിയുടെ രേഖ ഗുപ്ത സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ഡൽഹി രാംലീല മൈതാനത്ത് നടന്ന ചടങ്ങിൽ ലഫ്റ്റനന്റ് ഗവർണർ വി.കെ. സക്സേന സത്യവാചകം ചൊല്ലിക്കൊടുത്തു. മുഖ്യമന്ത്രിക്കൊപ്പം 6 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത് ഷാ തുടങ്ങിയവരുടെ സാന്നിധ്യത്തിലായിരുന്നു സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ. मैं रेखा गुप्ता ईश्वर की शपथ लेती हूं कि जो विषय मुख्यमंत्री के रूप में मेरे विचार के लिए लाया जाएगा अथवा मुझे ज्ञात होगा, उसे किसी व्यक्ति या व्यक्तियों को तब के सिवाय जबकि ऐसे मुख्यमंत्री के रूप में अपने कर्तव्यों के सम्यक निर्वहन के लिए വാർത്തയുടെ വിശദാംശങ്ങളുമായി ആന്റണി ജെസ്റ്റോർ ചേരുന്നു. ആന്റണി, ഡൽഹിക്ക് വീണ്ടും ഒരു വനിതാ മുഖ്യമന്ത്രി കൂടിയായിരിക്കുന്നു. ബിജെപിയുടെ രേഖ ഗുപ്ത സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ഒപ്പം തന്നെ മുഖ്യമന്ത്രിക്കൊപ്പം 6 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിരിക്കുന്നു. വിവരങ്ങൾ. തീർച്ചയായും ഒരു അനിശ്ചിതത്വങ്ങൾക്ക് ഒടുവിലാണ് ഇന്നലെ രേഖാ ഗുപ്തയെ ബിജെപി മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചത്. ഡൽഹിയുടെ ഇന്ന് ഏതായാലും ആ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ വളരെ ആഘോഷപൂർവ്വം തന്നെയാണ് ബിജെപി രാംലീല മൈതാനിയിൽ സംഘടിപ്പിക്കുകയും ചെയ്തത്. 12:25 കൂടിയായിരുന്നു മുഖ്യമന്ത്രിയായി രേഖാ ഗുപ്ത സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. ഡൽഹിയുടെ ലഫ്റ്റനന്റ് ഗവർണർ വി.കെ. സക്സേന സത്യവാചകം ചൊല്ലിക്കൊടുത്തു. അവർക്കൊപ്പം 6 മന്ത്രിമാരാണ് സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ളത്. അതിൽ പർവേഷ് വർമ്മ ഉപമുഖ്യമന്ത്രിയാണ്. അതിന് പുറമെ 5 പേർ കൂടി സത്യപ്രതിജ്ഞ ചെയ്തവരിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് ആശിഷ് സൂദ്, മജീന്ദ്ര സിൻഹ, രവീന്ദ്ര ഇന്ദ്രജ സിംഗ്, കപിൽ മിശ്ര, പങ്കജ് കുമാർ സിംഗ് എന്നിവരാണ് സത്യപ്രതിജ്ഞ ചെയ്ത മറ്റ് 5 പേരെന്ന് പറയുന്നത്. അങ്ങനെ ആ 7 അംഗ മന്ത്രിസഭയാണ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. ഏതായാലും ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിന് മുന്നോടിയായി തന്നെ 10 മണിയോടുകൂടി രാംലീല മൈതാനിയിലേക്ക് ബിജെപി പ്രവർത്തകരൊക്കെ എത്തിയിരുന്നു. അവിടെ കലാപരിപാടികളടക്കം നടക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ നിരവധി ബിജെപി പ്രവർത്തകർ അവിടെ തുടർന്നു. അങ്ങനെ കൃത്യം 12 മണിയോടുകൂടി തന്നെ ചടങ്ങുകൾ തുടങ്ങുകയും ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവസാനമായാണ് എത്തിയത്. അതിന് മുന്നോടിയായി തന്നെ ബിജെപിയുടെ പ്രമുഖ നേതാക്കളെല്ലാം തന്നെ അവിടേക്ക് എത്തിയിരുന്നു. ആഭ്യന്തരമന്ത്രി അമിത് ഷാ, കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അടക്കമുള്ളവർക്ക് പുറമെ ചന്ദ്രബാബു നായിഡു അടക്കമുള്ള സഖ്യകക്ഷി നേതാക്കളും NDAയിലെ ഘടകകക്ഷി നേതാക്കളും എത്തിയിരുന്നു. അതുകൂടാതെ തന്നെ ബിജെപിയുടെ മുഖ്യമന്ത്രിമാർ, വിവിധ സംസ്ഥാനങ്ങളിലെ ബിജെപിയുടെ മുഖ്യമന്ത്രിമാരും ചടങ്ങിന് സാക്ഷികളാകാനായി എത്തിയിരുന്നു എന്നുള്ളതാണ് നമ്മൾക്ക് കാണാൻ കഴിഞ്ഞ ഒരു കാര്യമെന്ന് പറയുന്നത്. അങ്ങനെ സുഷമ സ്വരാജിന് ശേഷം ബിജെപിക്ക് ഡൽഹിയിൽ ഒരു മുഖ്യമന്ത്രി ഉണ്ടാകുന്നു. 27 വർഷത്തിന് ശേഷം, അതും വനിത എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട്. മറ്റൊന്നുള്ളത്, ഈ അതിഷി മർലേനെ കുറച്ചു കാലമാണെങ്കിൽ പോലും അവർ മുഖ്യമന്ത്രിയായിരുന്നു. അതിനുശേഷം 4ാമത്തെ വനിതാ മുഖ്യമന്ത്രി, ഡൽഹിയുടെ 4ാമത്തെ വനിതാ മുഖ്യമന്ത്രിയാണ് രേഖ ഗുപ്ത എന്ന പ്രത്യേകത കൂടി ഉണ്ട്. ആദ്യം സുഷമ സ്വരാജ്, പിന്നീട് ഷീല ദീക്ഷിതാണ് ഡൽഹി ഭരിച്ച മറ്റൊരു കോൺഗ്രസിന്റെ ഒരു മുഖ്യമന്ത്രി എന്ന് പറയുന്നതിന് ശേഷം കെജ്രിവാൾ ഈ മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് ജയിലിലായതിന് പിന്നാലെ അദ്ദേഹം രാജിവെച്ചിരുന്നു. അതിന് പിന്നാലെയാണ് AAPയുടെ അതിഷി മർലേന മുഖ്യമന്ത്രിയായത്. ഏതായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വിജയത്തോടുകൂടി ബിജെപിയുടെ രേഖാ ഗുപ്ത ഡൽഹിയുടെ 4ാമത്തെ വനിതാ മുഖ്യമന്ത്രിയായി അധികാരമേറ്റിരിക്കുകയാണ്.